യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്താ അവിടെ പൂജ നടക്കുന്ന അറിഞ്ഞില്ലെന്നുണ്ടോ? എന്തൊരു ദേവി നിന്ദയായി കാണിക്കുന്നേ. അതിന് പൂജ ചെയ്യുന്ന പണിക്കരല്ലേ അമ്മേ? ഞങ്ങൾ അവിടെ വന്ന് നിന്നാ ഉച്ചയ്ക്ക് വല്ലതും കഴിക്കണ്ടേ? പൂജ ചെയ്ത് ക്ഷീണിക്കുമ്പോ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണ്ടേ? ആ, ഇതുവരെ ചെയ്തൊക്കെ മതി. ബാക്കി കഴിഞ്ഞിട്ട് ആലോചിക്കാം. നേരിട്ട് കണ്ടാ മുഖം തിരിക്കുന്നവരാണെങ്കിലും കുടുംബത്തിലുള്ള എല്ലാവരും പൂജ ചെയ്യുന്നിടത്ത് വേണമെന്നാ സ്വാമി പറഞ്ഞത്. കുടുംബത്തിലെ എല്ലാവരും ഇവിടെ ഇല്ലല്ലോ. ഓ, ഇനി ആരാണാവോ ഈ കുടുംബത്തിലേത്? എന്താ അമ്മേ, അഖിൽ എന്റെ മോനല്ലേ? അവൻ ഈ കുടുംബത്തിലല്ലേ? അവന്റെ ഭാര്യ ഈ കുടുംബത്തിലല്ലേ? ഓ, ആശ കൊള്ളാമല്ലോ. അത് പുകഞ്ഞ കൊള്ളിയാ, പുറത്ത് തന്നെ ഇരിക്കും, ഇനി അകത്തോട്ടില്ല. അങ്ങനെയുള്ള ദുഷ്ടജന്മങ്ങളിൽ നിന്ന് രക്ഷ നേടാനായി പൂജ നടത്തുന്നത്. ഇപ്പൊ ഈ കുടുംബത്തിൽ താമസിക്കുന്ന എല്ലാവരും പൂജ നടക്കുന്നിടത്ത് വരണം, വന്നേ പറ്റൂ. ആ, പിന്നെ ഇവിടെ താമസിക്കുന്ന ആ തുക്കിടി സാഹിബില്ലേ, നിന്റെ മൂത്ത മകൻ, അവനെയും അവന്റെ ഭാര്യയും കൂടി പൂജയ്ക്ക് കൊണ്ടുവരണം. ഓ, അവളുടെ ബാധയും കൂടി ഒഴിപ്പിക്കാനാണല്ലോ ഈ പൂജ, അല്ലേ അമ്മേ? എന്താ സംശയം? ഈ പൂജ കഴിയുന്നതോടെ അത് തീരും. ഇനി അവൾ ഈ വീട്ടിൽ ആരുടെ നേരെ ഉറഞ്ഞു തുള്ളാൻ പോവില്ല. അവളിവിടെ കാട്ടിക്കുട്ടിയൊക്കെ നീ കണ്ടതല്ലേ. എന്റെ മുന്നിൽ ഈ ഒരു വഴിയേ ഉള്ളൂ. നമുക്ക് എന്ന് വെറുതെ നിക്കാൻ മാതിരി മോളെ. പൂജ നടത്തോ കലശം ഉടയ്ക്കോ എന്ത് വേണേലും ആയിക്കോട്ടെ, നമുക്കെന്താ. എന്തായാലും ഈ വക കാര്യങ്ങൾക്കൊക്കെ ചെലവഴിക്കാൻ മഹേശ്വരിയമ്മയുടെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്. എന്തേലും ആവശ്യം പറഞ്ഞ 100 ചോദ്യ. എന്നിട്ട് കനകേച്ചിയുടെ ആവശ്യം എപ്പോഴെങ്കിലും നടക്കാതിരുന്നിട്ടുണ്ടോ? മോള് തരുന്നില്ലെന്നല്ല പറഞ്ഞത്, മഹേശ്വരിയമ്മയുടെ പിശുക്കിന്റെ കാര്യ. അങ്ങനെയുള്ള ആള് 19,000 രൂപ മുടക്കി ഈ കാട്ടിക്കൂട്ടലൊക്കെ നടത്തുന്നുണ്ടല്ലോ എന്ന് ഓർത്തതാ. ആ, കനകേച്ചി വാ. എന്തായാലും വീട്ടിൽ നടക്കുന്ന ഒരു ദൈവകാര്യമല്ലേ? ഇനി നമ്മളായിട്ട് മാറി നിന്നൊന്നും വേണ്ട, ദൈവദോഷമൊന്നും വരുത്തണ്ട. വാ, ഞാനേ ഇതൊന്ന് ഓഫ് ചെയ്യാം. ആഹാ, കൊള്ളാലോ. കസവും മുണ്ടും കുർത്തയൊക്കെ ഇട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കാണല്ലോ ചേട്ടനും. തന്റെ ബാധ മാറാൻ കൂടി നടക്കുന്ന ആവാഹന ക്രിയ അല്ലേടോ ഇന്ന്. അപ്പോ ഞാനും ഒന്ന് ഒരുങ്ങി ഇറങ്ങാന്ന് വെച്ചു. എന്നാ പിന്നെ ഒരു ചന്ദനക്കുറിയുടെ കൂടി കുറവുണ്ട്. ഹാ, ഇപ്പോ കൊള്ളാം, നന്നായിട്ടുണ്ട്. പുറത്തെ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള പകിട്ടൊക്കെ വന്നിട്ടുണ്ട്. സൂര്യപ്രഭയിലെ സ്വാമിജി പറഞ്ഞത് ഈ കാണിക്കുന്നതൊക്കെ വെറും മണ്ടത്തരമെന്നാ. അതാർക്കാണ് അറിയാത്തത്? പക്ഷേ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ബാങ്കിലും ഓഫീസുകളിലും ഒക്കെ ജോലി ചെയ്യുന്നവര്, എന്തിന് ചില ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും വരെ ഈ വക കാര്യങ്ങളിൽ വിശ്വസിച്ച് പണം മുടക്കാറുണ്ട്. പിന്നെയാണോ അച്ചമ്മ? ചില വക്കീലന്മാരും അക്കൂട്ടത്തിൽ പെടും. അജുവേട്ടാ, ഈ വീട്ടിലുള്ളവരൊക്കെ മണ്ടന്മാരാണോ അതോ മണ്ടന്മാരായിട്ട് അഭിനയിക്കുന്നതാണോ? പൂജ, വേണ്ട വേണ്ട. അതെ, ഞങ്ങളൊക്കെ മണ്ടന്മാരായതുകൊണ്ടാ നീയൊക്കെ ഇവിടെ കിടന്ന് വിലസുന്നത്. പിന്നെ ഇവിടെ അടച്ചുപൂട്ടിയിരിക്കാതെ താഴോട്ട് വാ, പൂജ തുടങ്ങി. വീട്ടിലെല്ലാവരും പങ്കെടുക്കണമെന്ന് നിർബന്ധമുള്ള ചടങ്ങായത്. അയ്യോ, ഞങ്ങള് വരാനിരിക്കായിരുന്നു. ദേ, അജുവേട്ടൻ ഈ ചടങ്ങിന് വേണ്ടി പുതിയ മുണ്ടും കുർത്തയും വരെ വാങ്ങിയിട്ടുണ്ട്. എന്റെ ബാധ ഒഴിപ്പിക്കുന്ന ചടങ്ങായതുകൊണ്ട് അജുവേട്ടൻ ഇത്തിരി നന്നായി തന്നെ ഒരുങ്ങിയിട്ടുണ്ട്, അല്ലേ അജുവേട്ടാ? പിന്നെ ഈ വക കാര്യങ്ങള് എല്ലാ ഭർത്താക്കന്മാർക്കും ഒന്നും കിട്ടുന്ന അവസരമല്ലല്ലോ പൂജ. ഈ ഭാര്യയുടെ ബാധ ഒഴിയുന്നത് കണ്ടു നിൽക്കാനുള്ള സുവർണാവസരമല്ലേ? പരിഹസിക്കണ്ട, അത് പൂജ കഴിയുമ്പോ കാണാം. കാണണമല്ലോ. വീട്ടിലെ എല്ലാരും പങ്കെടുക്കേണ്ട പൂജയായിരുന്നില്ലേ അച്ഛമ്മ? അരുണിമാമ കൂടി വേണ്ടതായിരുന്നില്ലേ? കോടതിയുടെ സ്പെഷ്യൽ പെർമിഷനോടെ അരുണിമാമയെ കൂടി വിളിക്കായിരുന്നില്ലേ ചേട്ടാ? വേണ്ടതായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല. അച്ഛമ്മേ, ഒരു സംശയം ചോദിക്കട്ടെ? ഈ പൂജ കഴിയുമ്പോ ബാധ പൂജയുടെ ദേഹത്തുനിന്ന് ഒഴിയുന്നല്ലേ പറഞ്ഞത്? എന്താ സംശയമുണ്ടോ? അല്ല, അങ്ങനെ ഒഴിഞ്ഞാ അത് മറ്റാരുടെങ്കിലും ദേഹത്ത് കയറില്ലേ? അല്ല,
ആവാഹനം ചെയ്ത തേങ്ങ ഉടയ്ക്കുന്ന ചടങ്ങ് മര്യാദയ്ക്ക് നടന്നില്ലെങ്കിലേ ഇറങ്ങിയ ബാധ തിരിച്ചു കയറാനാവാതെ സങ്കടപ്പെടില്ലേ? അപ്പോ മുമ്പിൽ കാണുന്ന മറ്റാരുടെയെങ്കിലും ദേഹത്ത് കയറി കൂടില്ലേ? ഇനി ചിലപ്പോഴെങ്ങാനും അത് അച്ഛമ്മയുടെ ദേഹത്ത് കയറി കൂടിയാലോ? ആവാഹന ഉച്ചാടനം ഇന്ന് നടക്കും. പിന്നെ നിന്റെ കൊസറാക്കുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് സമയമില്ല. നീ താഴോട്ട് വാ. അല്ല, പറഞ്ഞിട്ട് പോ അച്ഛമ്മേ. ഈ ബാധ മറ്റാരുടെയെങ്കിലും ദേഹത്ത് കയറുവോ? അതേടാ, കേറും. എന്റെ ദേഹത്ത് തന്നെ കേറും. അതോടെ നിന്റെ ഭാര്യയുടെ ഇവിടുത്തെ പൊറുതിക്ക് ഒരു അവസാനമാവും. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ഇവളെ ഒഴിവാക്കിയിട്ടേ ഇനി എനിക്ക് വിശ്രമമുള്ളൂ. അതെ, ഇപ്പൊ മതിയായല്ലോ. തനിക്ക് വിഷമായോ അത് കേട്ടിട്ട്? എന്നാ പിന്നെ എനിക്ക് വിഷമിക്കാനല്ല നേരം കാണൂ. ആ, താനൊരു കാര്യം ചെയ്യും. ആ പ്രിയ എവിടെയാണെന്ന് നോക്കിയിട്ട് അത് വന്ന് എന്നോട് പറ. നമുക്ക് നമ്മുടെ പണി തുടങ്ങാനുള്ള നേരമായി. അല്ല, എന്താ ശരിക്കുള്ള പ്ലാൻ? എന്നോട് വരെ മൂടി വെച്ചിരിക്കുകയാണല്ലോ. താൻ അറിഞ്ഞ് പേടിക്കേണ്ടെന്ന് കരുതി മനഃപൂർവ്വം പറയാത്തതാ. അയ്യോ, അത്ര സീരിയസ് ആയ എന്തെങ്കിലും പരിപാടിയാണോ പ്ലാൻ ചെയ്യുന്നത്? ആ, ഒരു ചെറിയ ബോംബ് പൊട്ടുന്നു, അത്രേ ഉള്ളൂ. ബോംബോ? എന്താ പേടിച്ചോ? രാജുവേട്ടാ, അനാവശ്യമായിട്ടുള്ള പരിപാടിക്കൊന്നും നിൽക്കരുത് കേട്ടോ. താൻ പേടിക്കാതിരിക്കണം. ദേ, കാര്യം അവള് ചെയ്തൊന്നും നമ്മൾ മറന്നിട്ടില്ല. പക്ഷെ അതേ രീതിയിൽ തിരിച്ചടിക്കാൻ നിന്നാ അത് നമുക്കെതിരായി സംഭവിക്കൂ. ഇല്ലടോ, ഇതൊരു കുഞ്ഞേർപ്പാടാ. ഏറ് പടക്കം വെച്ചൊരു കളി. ഇത് തീരുന്നോടെ പ്രിയയുടെ കള്ളക്കളി പൊളിയും. വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. താൻ നോക്കിക്കോ. ആ, താനൊന്ന് ധൈര്യമായിട്ടിരിക്കുക. ദേ, അവസാനം ഇതിനും ഞാൻ സമാധാനം പറയേണ്ടി വരില്ലല്ലോ അല്ലേ? ഒരിക്കലുമില്ല. ദേ, താൻ പോയി ആ പ്രിയയെ കൃത്യമായിട്ട് പൂജ നടക്കുന്ന സ്ഥലത്ത് എത്തിക്കാൻ നോക്ക്. അവള് വന്നില്ലെങ്കിൽ നമ്മുടെ പദ്ധതി പൊളിയും. അവളെ കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഇരുത്തണം. അത് ഞാൻ ഏറ്റു. ആ, എന്നാ താൻ പോയിക്കോ. പറഞ്ഞേ. ആ, മോളിവിടെ ഇരിക്കേ. ആന്റി പോയി വസന്തനെ വിളിച്ചിട്ട് വരാവേ. ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന ആ, ഹലോ. ജോർജ് കുട്ടി, താൻ എവിടെ എത്തി? ആ, ഇവിടെ പൂജ തുടങ്ങാറായി. ഞാനേ പുറകിലൂടെ വരാം. ഇല്ലില്ല, തേങ്ങ കളത്തിലേക്ക് എടുക്കും മുമ്പേ ഞാനത് മാറ്റും. താനത് വന്ന് തന്നിട്ട് പോയാൽ മാത്രം മതി. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ആ, പിന്നെ മറ്റാരും ഇവരും അറിയാതെ രഹസ്യമായിരിക്കണം. അതെ, നല്ല ബോംബ് തന്നെ ആണല്ലോ അല്ലേ? എറിഞ്ഞിട്ട് പൊട്ടാതൊന്നും ഇരിക്കരുത്. വെറുതെ ബോംബ് എറിഞ്ഞത് പേര് മാത്രമാവരുത്. ഇന്നത്തോടെ എല്ലാം തീരണം. നല്ല ശബ്ദമുള്ള ബോംബായിട്ട് തന്നെ പൊട്ടണം. ആ, ഓക്കെ, അത് മതി. ആ, ചാവുന്നെങ്കിൽ ചാവട്ടടും. അച്ഛമ്മ വിളിച്ചുകൊണ്ടുവന്ന പണിക്കരുടെ തലയിൽ ഞാനതങ്ങ് കെട്ടിവെക്കും. ആ, ദോഷം മാറ്റാൻ വന്നവൻ ദോഷത്തെ ജീവനോട് അങ്ങ് ഇല്ലാതാക്കിയെന്ന് ഞാനങ്ങ് വരുത്തി തീർത്താ പോരെ? ആ, ബാക്കിയൊക്കെ കോടതിയിൽ നോക്കാന്നേ. ഈ ദോഷം മാറാൻ ചെയ്യുന്ന പൂജയ്ക്കൊന്നും കേസെടുക്കാൻ വകുപ്പില്ല. ബാധയ്ക്കെതിരെ കേസെടുക്കാൻ നിയമവുമില്ല. ആ പ്രിയ പൂജയെ കുറെ കൊല്ലാൻ നോക്കിയല്ലേ. ഇപ്പൊ അവസരം കിട്ടിയപ്പോ നമ്മളത് തിരിച്ചു ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ആ, ഈ അവസരം ഞാൻ എന്തായാലും മിസ് ചെയ്യില്ല. ആ, ശരി, താൻ വെച്ചോ. ഞാനേ പുറകിലൂടെ ഗേറ്റിലേക്ക് വരാം.